ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഒറക്കിൾ കാർഡ്സ് നോക്കാം, പിന്നീട് ടാരോ കാർഡ്സ് കൂടി എടുക്കാവേ. ഹെർമണിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്കിവിടെ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ട്രാപ്ഡ് ഇൻ ഫിയർ. ഇമോഷണൽ വിത്ത് ലോസ് ആണ് വന്നിരിക്കുന്നത്. മൂവിങ് ഓൺ. കാർഡ്സ് എടുത്തിട്ട് റീഡ് ചെയ്യാം. നമ്പർ 9 സ്പിരിച്വൽ സ്ട്രെങ്ത്. fulfillment of wishes. Triumph. Number 7 deception and envy. ഇത്രയുമാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹാർമണിയാണ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അവയർനെസ് ആണ്. നമ്പർ 1 കണ്ടില്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തുടങ്ങുന്നുണ്ട്, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം. എങ്ങനെയാണ്? നല്ലതുപോലെ അവയർനെസ് ലഭിച്ചിട്ട് നല്ലതുപോലെ പല കാര്യങ്ങളിലും അറിവ് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ പോകണം. പുതിയൊരു തുടക്കത്തിലേക്ക് പോകണം. അതിനായിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ അറിവ് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു, അവബോധം ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു, പല കാര്യങ്ങളിലും തിരിച്ചറിവുണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രകൃതിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് എന്താണ്? സകല കാര്യങ്ങളിലും ഉള്ള വിജ്ഞാനം. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുകയില്ല. പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്കെല്ലാം തരുന്ന പ്രപഞ്ചം, മനസ്സിലായി. നമുക്ക് പല പാഠങ്ങൾ പഠിപ്പിക്കുമായിരിക്കും, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, ജീവിതത്തിൽ തോൽവി വരുമായിരിക്കും. പക്ഷേ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചില പ്രയോജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ. മനസ്സിലായി. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു പ്രയോജനം ലഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ നല്ല ഒരു അഭിവൃദ്ധിയിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടിയായിരിക്കണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തോൽവി തരുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്നത്, പല പാഠങ്ങൾ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവണമല്ലോ. അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് മുന്നോട്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കും. ആ ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ അവയർനെസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിവ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവില്ല എങ്കിൽ ഒരു വ്യക്തിക്കും ജീവിതത്തിൽ സക്സസിലേക്ക് പോകാൻ സാധിക്കില്ല. പൊട്ടക്കിണറ്റിലെ തവള പോലെ, മനസ്സിലായ, പൊട്ടക്കിണറ്റിലെ തവളയെ പോലെ ഇത്രയേ ഉള്ളൂ ലോകം എന്നുള്ള ആ ഒരു അറിവിൽ അഭിമാനിച്ചങ്ങ് കഴിയുക, അത്രേ നടക്കുകയുള്ളൂ.
അതേ സമയത്ത് കുറച്ച് അവബോധമുണ്ടായി, ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷൻ വന്ന് കുറച്ചുകൂടി അവബോധമുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള ഒരു പ്രത്യാശ, ആഗ്രഹം ഉണ്ടാകുന്നു. പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവുന്നു, സന്തോഷമുണ്ടാകുന്നു, അവിടെ മനസമാധാനം കിട്ടുന്നു. എന്തിനു വേണ്ടി ജനിച്ചു ഞാൻ എന്നുള്ള ചില ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കാൻ പോകുന്നു. കുറെ കൂടി നിങ്ങളുടെ അറിവ് വിശാലമായിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമ്പർ 1 ആണ്, കണ്ടില്ല? തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെ ട്രൂത്ത് ആണ്, കണ്ടില്ലേ? പല കാര്യങ്ങളിലെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ, നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ, പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം അറിയാൻ, പല കാര്യങ്ങൾക്കും യാഥാർത്ഥ്യമുണ്ട്, റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഹാർമണിയാണ്. ഹാർമണി നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഹാർമണി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഐക്യത്തിലേക്ക് പോകാൻ സാധിക്കുന്ന, അത് നിങ്ങളുടെ ഏത് കാര്യമായാലും, റിലേഷൻഷിപ്പിലാണോ, ഇനി മറ്റു പല കാര്യങ്ങളിലുമാകാം, ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിലാവാം, ചിലപ്പോൾ ഓഫീസ് കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ ഉൾപ്പെട്ട സമൂഹത്തിലെ എന്തൊരു കാര്യമാണോ, ഏതൊരു കാര്യമാണോ, അവിടെ നിങ്ങൾക്ക് കൂടിച്ചേർന്ന് നിങ്ങൾക്ക് ഐക്യത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ അവിടെയും വേണമല്ലോ കുറച്ചൊക്കെ വിജ്ഞാനം, അല്ലേ? വിജ്ഞാനം ഉണ്ടെങ്കിലേ ഇതിവിടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് സക്സസ് ആവൂ. അത് റിലേഷൻഷിപ്പിലായാലും കുറച്ചൊക്കെ വിജ്ഞാനം ഉണ്ടാവണം, കുറെ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ അവിടെ ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു അറിവിലൂടെ നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഐക്യത്തിലൂടെ മുന്നോട്ട് ഒരു ജീവിതം കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഇപ്പോൾ വേർപെട്ടിരിക്കുകയാണോ, അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ചിലരുടെയൊക്കെ വിവാഹം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ പലരുടെയും ശത്രുത മാറിയിട്ട് വളരെയധികം സ്നേഹത്തോടുകൂടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്കതിന് കഴിയുന്നു, അതിന് സാധിക്കുന്നു നിങ്ങൾക്ക് എന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്നു. അടുത്തതായിട്ട് ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറഞ്ഞ ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്നിനും എന്നെ കൊണ്ട് കൊള്ളില്ല, എനിക്ക് വന്നതെല്ലാം പരാജയം മാത്രമാണ്, എൻ്റെ ജീവിതത്തിൽ വന്നതൊക്കെ പരാജയം മാത്രമാണ്, എനിക്കൊരു സക്സസ് വരില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, എങ്ങനെ ഞാൻ പരിശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് വിജയം വരില്ല, തീർച്ചയാണ്. ഇങ്ങനെയൊക്കെ സ്വയം പ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ? സ്വയം പ്രതിജ്ഞ എടുത്തുകൊണ്ട് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ട് രാപകൽ കഴിച്ചു കൂട്ടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ട്രാപ്ഡ് ഇൻ ഫിയർ, ഫിയറിന്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളോട് എല്ലായ്പ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ മിക്ക വീഡിയോസിലും പറയാറുള്ളതാണ്, ഫിയർ എന്ന് പറയുന്ന വികാരത്തെ നിങ്ങൾ ഉള്ളിൽ ഒതുക്കി നടക്കാൻ പാടില്ല. അവിടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കില്ല. കാരണം അത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജിയാണ്. ആ നെഗറ്റീവ് എനർജിയുടെ പിടിയിലാണ്ട് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള പേടിയിൽ ഒതുങ്ങിയിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു എനർജി ഉണ്ടാവുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കണം, എനിക്കിത് മാറ്റണം, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈ എനർജി വേണ്ട എന്ന് കരുതിക്കൊണ്ട് അതിനുള്ള സൊല്യൂഷൻ നേടുകയാണ് വേണ്ടത്. മനസ്സിലായി? നിങ്ങൾക്ക് ചില മന്ത്രങ്ങൾ ജപിക്കാം, അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കാം, അതുപോലെ ആരാധനാലയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരിക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ വീട്ടിനുള്ളിൽ അടച്ചിട്ട് ഒരു മുറിയിൽ ഇരിക്കാൻ പാടില്ല. അതിന് ഏത് കാര്യമാണെങ്കിലും നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല അനുഭവങ്ങൾ ഉണ്ടാവാം. എവിടെ നിന്നായാലും ശരി, നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയിൽ ഒതുങ്ങിക്കൂടാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് പുറത്തേക്കൊരു വെളിച്ചം വരുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്ന് മുന്നോട്ട് കിടക്കുന്നത് ഒരു സക്സസിലേക്കാണ്, ഒരു വലിയ സക്സസിലേക്കാണ് നിങ്ങൾ നീങ്ങാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങളെ വല്ലാതെ ഭീരുവാക്കുന്നു. ഒരു കാര്യത്തിലും മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളവിടെ പറയേണ്ടത് എന്താണ്? ഞാൻ ഒത്തിരി കഴിവുള്ള വ്യക്തിയാണ്, ഐ ആം കേപ്പബിൾ. ഇതാണ് നിങ്ങൾ പറയേണ്ടത്. എനിക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ട്, ഞാൻ പിന്നെ എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ ഒരുപാട് കാര്യങ്ങളെ മറികടന്ന് എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം ഞാൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിനി നിസ്സാരമായിട്ട് മറികടക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ടത്.
അവിടെ നിങ്ങൾ ഈശ്വരീയമായ ചിന്തകളെ കൊണ്ടുവരാം, ആത്മീയപരമായ എനർജിയിലേക്ക് മുന്നോട്ട് പോകാം. ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കേണ്ടത്? ഇത്തരത്തിലുള്ള എനർജിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതൊന്ന് വർദ്ധിപ്പിച്ചു നോക്കൂ, മെഡിറ്റേഷൻ ചെയ്യൂ, കഴിയുന്നത്രയും ധ്യാനത്തിലൊക്കെ ഇരിക്കാൻ ശ്രമിക്കുക, ജപിക്കുക. അതൊക്കെ മന്ത്രജപം എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രാർത്ഥനകൾ എല്ലായ്പ്പോഴും ഉണ്ടാവണം. അവിടെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കോൺഫിഡൻസ് ആണ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടേ എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിൽ ഇരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ ഫിയർ എന്ന് പറയുന്ന ആ എനർജിയിൽ ഇരിക്കണം? അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരൂ, സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ, അനാവശ്യകരമായ കാര്യങ്ങളെ ഒഴിവാക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇവിടെ കാണുന്ന കാര്യമാണ് ഇമോഷണൽ ലോസ്. കണ്ടില്ലേ? ആവശ്യമില്ലാത്ത നെഞ്ചുവേദന അനുഭവിക്കുന്നത് എന്തിനാണ്? ആവശ്യമില്ലാത്ത പെയിൻ അനുഭവിക്കുന്നു, സ്ട്രെസ് അനുഭവിക്കുന്നു. എന്തിനു വേണ്ടി? ആവശ്യമില്ലാതെ പേടിയുടെ കെണിയിലകപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ചിലപ്പോൾ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം ഉണ്ടാവാം. ഡിസെപ്ഷൻ ആൻഡ് എൻവി എന്ന് പറഞ്ഞു കാർഡ് വന്നിട്ടുണ്ട്. ഇത് മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാകാം നിങ്ങൾക്ക് ചിലപ്പോൾ. അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ല. നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളെ ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്ന ചില എനർജീസ് ഉണ്ട്, സക്സസ് ആയിട്ട് നിങ്ങളെ നയിക്കുന്ന ചില എനർജീസ് ഉണ്ട്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്കിപ്പോൾ നല്ല ഒരു എനർജി ഉണ്ടാവുന്നുണ്ട്, നല്ല പോസിറ്റീവായിട്ടുള്ള ലൈഫിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു കിട്ടും. ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് ഉതകുന്നത് എന്ത് കാര്യമാണോ? ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകാറായിട്ടുണ്ടായിരിക്കാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ഒരു ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ടാവാം. എന്നിട്ടാണെങ്കിൽ എല്ലാവരോടും പറയും ഞാൻ ലോട്ടറി എടുത്ത് വെച്ചിട്ടുണ്ട്, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്കിത് സാധിച്ചു കിട്ടത്തില്ല. കാരണം മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷം കണ്ടില്ലേ അവരുടെ നോട്ടം. ഈ ഒരു നോട്ടത്തിന് പാത്രമാവരുത്. എത്ര വലിയ ഫ്രണ്ട്സ് ആണ്, എത്ര അടുത്ത സുഹൃത്താണെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് തുറന്നു പറയാൻ പാടില്ല. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് ഞാൻ ഇന്ന കോഴ്സിന് വേണ്ടി പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അതിന് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഏതൊരു കാര്യവും ചിലപ്പോൾ വിവാഹ ആലോചനകൾ വരും, അപ്പോൾ തന്നെ എല്ലാവരോടും നടന്നങ്ങ് പറയും. അതൊന്നും പാടില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സുഹൃത്തുക്കൾ, ഒന്നും ബന്ധുക്കളായാൽ പോലും. മനസ്സിലായി? അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ അത്യാവശ്യമായിട്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ തിരിച്ചറിവുകൾ ഉണ്ടാവും, അവയർനെസ് ഉണ്ടാവും, തിരിച്ചറിവുകൾ ഉണ്ടാവും. ഈ തിരിച്ചറിവുകളിലൂടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഈ ഇമോഷണൽ ലോസിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ട്രാപ്ഡ് ഇൻ ഫിയറിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ മൂവിങ് ഓൺ ആണ്, നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 66 വന്നിട്ടുണ്ട്, 88 വന്നിട്ടുണ്ട്, 99 വന്നിട്ടുണ്ട്, 77 വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ കാണുന്നവരായിരിക്കാം. 88, 66 ഒക്കെ നിങ്ങൾ കാണുന്നവരുണ്ടായിരിക്കാം അല്ലേ? 77 ഒക്കെ, 99 ഇവിടെ കണ്ടില്ലേ? 99 ആണ് വന്നിരിക്കുന്നത്. സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കൂ, ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ്. ഈ ആഗ്രഹ സഫലീകരണം വരുന്നത് എവിടെ നിന്നാണ്? സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ്. മനസ്സിലായി? ഇത്തരത്തിലുള്ള ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു. ആ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം നടക്കും. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടി ചെയ്യണം. എങ്ങനെ ഇനി ആത്മീയപരമായ അഭിവൃദ്ധിയിലേക്ക് നമ്മൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും എല്ലാം തുറന്നു പറഞ്ഞു നടക്കാനും പാടില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരും. അതിനു മുൻപ് വരെ തിരിച്ചറിവ് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും വാ പോയ കോടാലി എന്ന് പറഞ്ഞതുപോലെയാണ് എന്തും അങ്ങ് വിളിച്ചു പറഞ്ഞു നടക്കും. ഇവിടെ ഈ ഒരു സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് ലഭിക്കാൻ പോകുന്നത്? തിരിച്ചറിവുകൾ ഉണ്ടാവും. തിരിച്ചറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്താണ് പറയേണ്ടത്, എന്ത് പറയരുത് എന്നുള്ള ഒരു അവബോധം ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ആഗ്രഹ സഫലീകരണം വരും. ഇവിടെ ആഗ്രഹ സഫലീകരണം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കും. മൂവിങ് ഓൺ ആണ്. ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും.
നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്നും പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, കടന്നു പോകാൻ സാധിക്കും. ഇവിടെ ട്രയംഫാണ് വന്നിരിക്കുന്നത്. ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. സക്സസ് അല്ലേ നമുക്കിവിടെ അത്യാവശ്യമാണ്, ജീവിതത്തിൽ ഒരു സക്സസ് കൊണ്ടുവരേണ്ടത്. അതിവിടെ അത്യാവശ്യമാണ്. അതിനായിട്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്കിവിടെ ഇനി എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് ടാരോ കാർഡ്സ് കൂടി നോക്കാവേ. ഇവിടെ ഡെത്ത്, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എൻഡ് ആയിരിക്കുന്നു. പല കാര്യങ്ങളും ട്രാപ്ഡ് ഇൻ ഫിയർ കണ്ടില്ല. ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എൻഡ് ആയിരിക്കുന്നു. സ്റ്റക്കായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. സ്റ്റക്കായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ വരും നിങ്ങളുടെ ജീവിതത്തിൽ. എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾക്കൊരു തോന്നൽ ഉണ്ടാവും പലപ്പോഴും. അല്ലെ, ഓഹോ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നു, ഇനി എനിക്കൊരു നല്ല സമയം വരുന്നില്ല, ഇനി എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വരുന്നില്ല എന്ന് പലപ്പോഴും ഒരു പരാജയ ഭീതി, അതാണ് ഇവിടെ വന്നിരിക്കുന്ന ട്രാപ്ഡ് ഇൻ ഫിയർ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി എനിക്കൊരു നല്ല സമയം വരുന്നില്ല എന്ന് സ്വയം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് ഒരു പുനർജന്മം നിങ്ങൾക്കുണ്ടാകും. ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പുനർജന്മം ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരു ആളായി മാറും, മറ്റൊരു വ്യക്തിയായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. പല പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാം. പല കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിൽ സക്സസ് ലഭിക്കാം, പല കാര്യങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാം. കുറച്ചുകൂടി സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് മുന്നോട്ട് വരാനും ഇന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാം. പിണങ്ങിയിരിക്കുന്നവരുമായിട്ട് കൂടിച്ചേർന്ന് മുന്നോട്ട് ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും. കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, ഹൈ എനർജിയിലുള്ള ഒരു വ്യക്തിയാവാൻ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. നിങ്ങളൊരു പഴയ വ്യക്തി അല്ല ഇപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിക്കഴിഞ്ഞു. കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ, അല്ലേ? നിങ്ങൾ വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ചില ആവേശകരമായ കാര്യങ്ങളെ തീർത്തു വയ്ക്കാൻ വേണ്ടി, സാധ്യമാക്കി എടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ചില കാര്യങ്ങൾ. അതിനെയൊക്കെ സാധ്യമാക്കി എടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തോ ഒന്നിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഇന്ന് സാധിച്ചു കിട്ടേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് എൻ്റെ ലോകം. എനിക്ക് ആ ഒരു കാര്യം സാധിക്കുന്നതോടുകൂടി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. അങ്ങനെയാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത്, അവിടെയാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത് എന്നൊക്കെ ഇവിടെ വിചാരിച്ചു നിൽക്കുന്ന എനർജിയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആവേശത്തോടുകൂടി മുന്നോട്ട് വരാൻ സാധിക്കുന്നു. ഇവിടെ നോക്കി നിൽക്കുന്ന കാര്യം ഇതായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയാവാം, ചില സാഹചര്യമാവാം, ചില സന്ദർഭങ്ങളുമാവാം. അങ്ങനെ അത് നിങ്ങൾക്ക് സാധ്യമാകും. കാരണം ഇവിടെ മൂവിങ് ഓൺ വന്നിട്ടുണ്ടല്ലോ. എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരു ഒത്തുതീർപ്പ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ദിവസം സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ വീട് മാറാനാവാം, ചിലപ്പോൾ ജോലി സ്ഥലം മാറാനാവാം, ചിലപ്പോൾ ജോലി തന്നെ മാറാൻ വേണ്ടിയായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. കാരണം ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒക്കെ ജോലി ലഭിക്കുന്നുണ്ടാവണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു വരവ്, ഒരു എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം സാമ്പത്തികമായ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ജോലി ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാവാം. അപ്പോൾ അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നല്ല ഹീലിംഗ് പവർ ഉള്ള വ്യക്തികളാവാൻ, ചിലപ്പോൾ അബണ്ടൻസിലേക്ക്, അതുപോലെ തന്നെ ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. ആർക്കെങ്കിലും ഒക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുന്ന മെസ്സേജുകൾ വരാം. കണ്ടില്ലേ, കാത്തിരിക്കുന്ന സ്നേഹം വരാം. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് സ്നേഹം പറയാനായിട്ട് എത്രയും പെട്ടെന്ന് വന്നു ചേരുന്നുണ്ടാവാം. വളരെയധികം സ്പീഡിലുള്ള ഒരു ആക്ഷനാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ ആരെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 ഓഫ് വാൺസിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു വെയിറ്റിംഗിലാണ്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇവിടെ അത്രയും സ്പീഡിൽ ഇവിടെ ആക്ഷൻ എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ആക്ഷൻ നടക്കുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇന്ന് സാധ്യമാകും എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് ചോയ്സസ് ആണ്. ഇവിടെ 7 ഓഫ് കപ്സിന്റെ എനർജി, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ അവസരങ്ങൾ എന്തിനു വേണ്ടിയുമാകാം. ചിലപ്പോൾ ജീവിതത്തിലെ വിവാഹ കാര്യങ്ങളിലെ പ്രപ്പോസലുകളാവാം, അതുപോലെ നോക്കിയിരിക്കുന്ന ജോലി കാര്യങ്ങളിലാവാം. എന്ത് കാര്യമാണോ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യുക മാത്രം മതിയാകും. എന്തായാലും നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടേ എങ്കിൽ, എന്തിനെങ്കിലും നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ടേ എങ്കിൽ, ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടോ, അതിനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. വിവാഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പല ആലോചനകളൊക്കെ വരാൻ വേണ്ടി, നിങ്ങൾ പ്രപ്പോസലുകൾ വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം അവസരങ്ങൾ വരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സഫലമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ബുദ്ധിപൂർവ്വം അത് സെലക്ട് ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഒരുപാട് പേർക്ക് ഓവറായിട്ട് തിങ്ക് ചെയ്യേണ്ട അത്യാവശ്യമാണ്. തിങ്കിങ്ങിലാണ് പലരും, ഓവർ തിങ്കിങ്ങിലാണ്. പക്ഷെ ഇവിടെ നിന്ന് ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായോ? ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് എന്താ ഒരു കാർഡ് കൂടി എടുക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്സ് ആണ്. നിങ്ങളിവിടെ സ്പിരിച്വൽ വേയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നുണ്ട്. പലരും ഇവിടെ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഡിവൈൻ. അപ്പോൾ അങ്ങനെ ഒരു എനർജി വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും നിങ്ങളിവിടെ പല കാര്യങ്ങളെ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് പലരും എന്നാണ് കാണുന്നത്. നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വേണ്ട, എനിക്ക് ഈ ആവശ്യമില്ലാത്ത ബന്ധം വേണ്ട, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഉപേക്ഷിക്കുന്നു, പല വിധത്തിലുള്ള മറ്റുള്ളവരോടുള്ള അസൂയയാവാം, ദേഷ്യമാകാം, അങ്ങനെയൊക്കെയുള്ള പല നെഗറ്റീവ് എനർജീസിനെയും നിങ്ങൾ കളയാൻ ഇപ്പോൾ തയ്യാറാണ്. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് ഈ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ സഫലീകൃതമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നല്ലൊരു സക്സസ് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ എന്താണ് കണ്ടില്ലേ, 6 ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും കോൺഫിഡന്റ് ആവുകയാണ്. നിങ്ങൾ ഈ ഒരു അവസരത്തിൽ കോൺഫിഡന്റ് ആവുന്നു കൂടുതലായിട്ട്. അവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് വിജയം വരുന്നത്. ഒരുപാട് കോൺഫിഡന്റ് ആയി മറ്റുള്ളവരോട് സംസാരിക്കാനും, മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു സക്സസ് നേടിയിട്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അവാർഡ്, റിവാർഡ് ഒക്കെ മേടിക്കാൻ, ഗിഫ്റ്റുകൾ വാങ്ങിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. അതിനായിട്ട് ഇന്ന് നിങ്ങൾക്ക് എനർജി ഉണ്ടാവുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.